സഭയുടെ രണ്ട് നെടുംതൂണുകളായ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തിരുനാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്. അവർ വളരെ പ്രാധാന്യമുള്ള യേശുവിൻ്റെ അപ്പോസ്തലന്മാരായിരുന്നു. പക്ഷേ എത്രമാത്രം അനുകരണീയമായിരുന്നു അവരുടെ ജീവിതം. അതിൽ ചില ചോദ്യങ്ങളുണ്ട്. പത്രോസിനെ നമുക്കറിയാം, പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരാളായിരുന്നു പത്രോസ്. അതുപോലെ തന്നെ പെട്ടെന്ന് തൻ്റെ അഭിപ്രായങ്ങൾ അയാൾ മാറ്റുകയും ചെയ്യുന്നുണ്ട്. യേശുവിനെ രക്ഷകനായിട്ട് അംഗീകരിക്കുന്ന പത്രോസ് അടുത്ത നിമിഷം യേശുവിൻ്റെ മരണത്തെ തള്ളിപ്പറയുന്നുണ്ട്. അത് അംഗീകരിക്കാനായിട്ട് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ട്. മറ്റൊരു പ്രധാന നിമിഷത്തിലും യേശുവിനെ പത്രോസ് തള്ളിപ്പറയുന്നുണ്ട്. പൗലോസിൻ്റെ കഥയും വ്യത്യസ്തമൊന്നുമല്ല. സൗൾ എന്ന പേരിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാനായിട്ട് ഇറങ്ങിയ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരുടെയും ആരംഭ സമയത്ത് അവരുടെ രീതികൾ അത്ര അനുകരണീയമായിരുന്നില്ല. എങ്കിലും യേശു ഇവരോട് ഒത്തിരി പരിഗണന കാട്ടുകയാണ്. അവരുടെ കുറവുകളോടുകൂടി തന്നെ അവരെ തൻ്റെ ശിഷ്യരാക്കി മാറ്റുകയാണ്. കാരണം അവർക്ക് അസാമാന്യമായിട്ടുള്ള ധൈര്യമുണ്ടായിരുന്നു. പത്രോസിൻ്റെ ഈ പ്രഖ്യാപനത്തിലും യേശു രക്ഷകനാണെന്നുള്ള പ്രഖ്യാപനത്തിലും ഈ ധൈര്യം നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പൗലോസ് പല രാജ്യങ്ങളിലും യാത്ര ചെയ്ത് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നുണ്ട്. ഇങ്ങനെ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു അനുഭവം, രക്ഷ നൽകുന്ന ദൈവം, അങ്ങനെ ഒന്ന് നമ്മൾ ഇന്നത്തെ വായനയിൽ കേൾക്കുന്നുണ്ട്. തടവറയിൽ നിന്നും പത്രോസിൻ്റെ അത്ഭുതകരമായിട്ടുള്ള രക്ഷപ്പെടൽ. പൗലോസിനും ഇങ്ങനെ നിരവധി കഥകൾ, നിരവധി സംഭവങ്ങൾ വിവരിക്കുവാനുണ്ടാകും. ഇങ്ങനെ ഈ മനുഷ്യരെ യേശു വിളിക്കുമ്പോൾ യേശു പ്രധാനമായിട്ടും നമ്മോട് പറയുന്നത് തൻ്റെ ദൈവരാജ്യത്തിന് വേണ്ടി അവന് മനുഷ്യനെ ആവശ്യമാണ്. പക്ഷേ അതിലേക്ക് മനുഷ്യരെ അവൻ വിളിക്കുമ്പോൾ അവരുടെ കഴിഞ്ഞ കാലത്തെപ്പറ്റി യേശു അത്ര ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ അവരുടെ വർത്തമാനകാലത്തെ അവൻ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ കാലം പലപ്പോഴും പ്രശ്നം ഉള്ള ഒരു കാര്യമാണ്. നല്ലതും മോശവുമായിട്ടുള്ള ഓർമ്മകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കുറവുകളുടെ അല്ലെങ്കിൽ കുറ്റബോധത്തിൻ്റെയൊക്കെ ആ ചിന്തകൾ അത് നമ്മളെ പലപ്പോഴും രോഗാവസ്ഥയിലേക്ക് വരെ കൊണ്ട് ചെല്ലാറുണ്ട്. ഇങ്ങനെയുള്ള ഈ പഴയ കാലം, അതിൻ്റെ ഓർമ്മകൾ, അവ നമ്മളെ സഹായിക്കുന്നില്ല. അതിലൂടെ ആ അനുഭവങ്ങളിലൂടെ ജീവിതത്തിന് സഹായകമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. യേശു അതാണ് ചെയ്യുന്നത്. യേശു പത്രോസിനെ ശക്തിപ്പെടുത്തുകയാണ്. അതുവഴി പത്രോസ് വിശ്വാസത്തിൽ പാറ പോലെ ഉറച്ചവനായിട്ട് മാറുകയാണ്. യേശുവിൻ്റെ വാക്കുകളിലൂടെ അങ്ങനെയാണ് പത്രോസിനെ ശക്തിപ്പെടുത്തുന്നത്. നമ്മോടും ദൈവം ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. ജീവിതത്തിൽ പ്രശ്നം പിടിച്ച കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ടെങ്കിലും ദൈവം നമ്മെ ശക്തിയുള്ള കൃപയുള്ളവരാക്കി മാറ്റുന്നുണ്ട്. അവൻ നമ്മോടൊപ്പമായിരുന്ന് പുതിയ ഒരു ചരിത്രം കുറിക്കുക നമ്മുടെ ജീവിതത്തിൽ. അവൻ നമ്മുടെ പ്രശ്നങ്ങളെ, കുറവുകളെയൊക്കെ അവൻ്റെ അനുഗ്രഹം വഴി, അവൻ്റെ കൃപ വഴി മാറ്റും. നമ്മളിന്ന് ഈ രണ്ട് വിശുദ്ധരുടെ, പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ഓർമ്മ ആചരിക്കുമ്പോൾ ഇത് തന്നെയാണ് ദൈവം നമ്മോട് പറഞ്ഞു വയ്ക്കുന്നത്. ദൈവത്തിന് നമ്മെ ആവശ്യമുണ്ട്, നമ്മുടെ കുറവുകളും ഗുണങ്ങളോടും കൂടി തന്നെ. അവൻ നമുക്ക് നൽകുന്ന കഴിവുകൾ, നമുക്ക് നൽകുന്ന അധികാരങ്ങൾ, അതൊക്കെ അനുഗ്രഹമാണ്. മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറുവാനായിട്ടുള്ള വഴികളാണ്. പത്രോസിന് യേശു നൽകുന്ന താക്കോല് അതിൻ്റെ ഒരു സൂചനയാണ്. മനുഷ്യർക്ക് വേണ്ടി സ്വർഗം തുറന്നിടുവാൻ, അവനോട് ഈ രക്ഷ നൽകുന്ന, സ്വാതന്ത്ര്യം നൽകുന്ന ദൈവത്തെപ്പറ്റി പറയുവാൻ. സ്നേഹമുള്ളവരെ, ഇങ്ങനെ നമ്മെ ശക്തിപ്പെടുത്തുന്ന ഈ ദൈവത്തെപ്പറ്റി പറയുവാനായിട്ട് നമുക്കും ഈ രണ്ട് വിശുദ്ധരെ പോലെ സാധിക്കട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹപൂർണ്ണമാക്കി മാറ്റുവാനായിട്ട് സാധിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.